കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരാർ ശുചീകരണ തൊഴിലാളികൾ സമരത്തിൽ. ആളുകളെ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. 36 പേരിൽ നിന്ന് 13 പേരായാണ് വെട്ടിക്കുറച്ചത്. ജോലിഭാരം കൂടിയെന്ന് തൊഴിലാളികൾ 24-നോട് പറഞ്ഞു. കോഴിക്കോട്ട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികളാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇപ്പോൾ തൊഴിലാളികൾ 24-നൊപ്പം ചേരുകയാണ്. എന്താ ചേച്ചി സമരത്തിലേക്ക് നയിക്കാൻ കാരണം? കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ജോലിഭാരം കൂടുതൽ, സ്റ്റാഫുകളെ കുറയ്ക്കുക, മര്യാദക്കുള്ള ശമ്പളം ഞങ്ങൾക്ക് കൃത്യം എല്ലാ മാസം കിട്ടുന്നില്ല, പിന്നെ യൂണിഫോം തരുന്നില്ല. 24 ഉള്ളത് 24 തന്നെ ആക്കണം, അതിൽ കുറയ്ക്കാൻ പാടില്ല. ഞങ്ങളെ ശമ്പളം എല്ലാ മാസം കൃത്യ ഡേറ്റിന് ഞങ്ങൾക്ക് തന്നിരിക്കണം. പിന്നെ യൂണിഫോം ഞങ്ങൾക്ക് തരാനുള്ളത് യൂണിഫോം എല്ലാം ഞങ്ങൾക്ക് തന്നിരിക്കണം. പിന്നെ ഞങ്ങൾ ESI PF ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്താണ് ജോലിഭാരം എന്ന് പറയുമ്പോൾ ഇന്നു മുതലാണോ ഇത്തരത്തിൽ? 56 ആളെടുത്ത ജോലിയാണ് ഇപ്പോൾ ഈ കോണ്ടാക്ട് വന്നേരം വെറും 24 ആളെ വെച്ച് എടുപ്പിക്കുന്നത്. ഇതിങ്ങനെ എടുത്ത് HIമാർ വയ്യൊക്കെ പാഞ്ഞ് അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അവർ മെനക്കേട്ട് തിരെ ഇരിക്കാതെ ഓടി ഞങ്ങളെ വയ്യൊക്കെ നടന്ന് ഞങ്ങളെ കയ്യും കാലും തളർന്നാലും വേണ്ടി ഞങ്ങൾ എടുത്തോണ്ടിരിക്കുക. 3 ആളെ പണി ഒരാൾക്ക് തന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റൂല. ചിലപ്പം കുറച്ച് ബാലൻസ് ആവും. അപ്പോൾ പിന്നെ വേസ്റ്റ് വന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവർ ഫോട്ടോ എടുക്കും, പെനാൽറ്റി ഇടും HIമാർ. അപ്പം എന്താ ഇവർ ചെയ്യുന്നത് വെച്ചാൽ, കമ്പനി ചെയ്യുന്നത് വെച്ചാൽ, കമ്പനി പറഞ്ഞാൽ നന്നിങ്ങാണ്ട് അവിടെ നിന്ന് ആളേനെ 10 ദിവസം വീട്ടിലിരുത്തിക്കാളും. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞ് 10 ദിവസം. 3 ആളെ ജോലി ഒരാൾക്ക് തന്നിക്കുകയാണെങ്കിൽ എടുത്ത് തീർക്കാൻ പറ്റുമോ? ഞങ്ങളും മനുഷ്യരല്ലേ, എടുത്ത് തീർക്കാൻ പറ്റും. അതും ചിലപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലത്തായിരിക്കും. റാക്കിലൊക്കെ ചിലപ്പോൾ വൈകുന്നേരം ഒരാളേക്ക് ഇടുക. എരിപ്പൊരു വെയിലത്തൊന്നും ഒരാളെയൊന്നും ഇടാൻ ഒരിക്കലും ഞങ്ങൾക്ക് സമയം. പക്ഷേ എന്താ പറ്റിക്കഴിഞ്ഞ് നിലവിലിപ്പോൾ നിങ്ങൾ 13 പേരാണ് ഇന്ന് മുതൽ? ഇന്ന് മുതൽ 13 ആളാണ്. ആ ആളിൽ ട്രാക്കിൽ ഒരാൾ, വൈകുന്നേരം കേട്ടോ, രാവിലെ 2 പേരുണ്ട്. പിന്നെ അങ്ങനെ വൈകുന്നേരം ട്രാക്കിലുള്ള ആളെ കൊണ്ട് തന്നെയാണ്. പിന്നെ വെയിറ്റിംഗ് റൂം എടുപ്പിക്കുന്നത്. ക്ഷീണിച്ച് കയറി വരുന്ന ആൾക്കാരെ കൊണ്ടാണ് വീണ്ടും എടുപ്പിക്കുന്നത്. അതൊക്കെയുള്ള ബുദ്ധിമുട്ട്. 3 ആളെ പണി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എടുക്കാൻ കഴിഞ്ഞൊന്നുമല്ല. ചിലപ്പം ഫസ്റ്റിലുണ്ട് വന്ന് വരുന്നവർ വ്യക്തിക്ക് എടുത്തുനിന്ന് വരാം. അന്നേരം വല്ല വേസ്റ്റോ കാര്യമോ കണ്ടു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് പെനാൽറ്റി ഇടും. ആ വ്യക്തിയിൽ കൂടെ വന്നു വെച്ചാൽ ആ വ്യക്തിനെ 10 ദിവസം വീട്ടിലിരുത്തും തന്നെ. എന്താണ് സമരത്തിൽ ഈ തീരുമാനമാവാതെ പിന്നോട്ടില്ല തന്നെയാണോ നിങ്ങൾ? 13 ആളെ വെച്ചിട്ട് ഇവിടെ അങ്ങനെ പണിയെടുക്കാൻ കഴിയില്ല. ഇത്രയെങ്കിലും പണി അങ്ങനെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സമരത്തിന് 13 ആളെ ആക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത്. തീർച്ചയായും ഇതൊക്കെയാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തിരികെ ജോലിയിൽ പ്രവേശിക്കില്ല എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.